മാധ്യമപ്രവർത്തകരായ കരൺ ഥാപ്പറിനും സിദ്ധാർത്ഥ് വരദരാജനുമെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുത്തതിൽ തുടർ നടപടികൾ തടഞ്ഞ സുപ്രീംകോടതി. അസം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റ് തടഞ്ഞു. ഇടക്കാല സംരക്ഷണം സെപ്റ്റംബർ 15 വരെ നീട്ടി. എല്ലാവരും കോടതി ഉത്തരവ് പാലിക്കുമെന്ന് കരുതുന്നുവെന്ന് സുപ്രീംകോടതി പറഞ്ഞു. സജു തോമസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സജു, ഇപ്പോൾ സുപ്രീംകോടതി തന്നെ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. എന്തൊക്കെ നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി? അമൃത, മുതിർന്ന മാധ്യമപ്രവർത്തകൻ സിദ്ധാർത്ഥ് വരദരാജനോടൊപ്പം തന്നെ കരൺ ഥാപ്പറിനുമെതിരായ അസം പോലീസിന്റെ കേസിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടലുണ്ടായിരിക്കുന്നത്. മുൻപും സമാനമായ ഒരു കേസ് സിദ്ധാർത്ഥ് വരദരാജനെതിരെ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ വന്ന പുതിയ കേസിൽ ഓഗസ്റ്റ് 14 തീയതിയാണ് ഇതിന്റെ നോട്ടീസ് ലഭിച്ചത്. ഇന്ന് ഹാജരാകാൻ വേണ്ടിയായിരുന്നു ഗുവാഹത്തി പോലീസ് നോട്ടീസ് നൽകിയിരുന്നത്. ഇരുവർക്കുമെതിരെ രാജ്യദ്രോഹ കുറ്റമാണ് ചുമത്തിയിരുന്നത്. പക്ഷേ ഇന്ന് കോടതിയിലെ കേസ് വന്നപ്പോൾ കോടതി പ്രധാനമായിട്ടും ചോദിച്ചത് എന്ത് ആരോപണത്തിന്റെ പേരിലാണ് ഇപ്പോൾ ഈ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിരിക്കുന്നത്, അതിന് എന്ത് തെളിവാണുള്ളതെന്നാണ് പ്രധാനമായിട്ടും കോടതി ചോദിച്ചിരിക്കുന്നത്. അതായത് ഇനിയിപ്പോൾ സെപ്റ്റംബർ 15 വരെയാണ് അറസ്റ്റ് അടക്കമുള്ള നടപടികളിൽ നിന്ന് സംരക്ഷണം കോടതി ഒരുക്കിയിരിക്കുന്നത്. മുൻപും സമാനമായ ഒരു കേസ് ഉണ്ടായിരുന്നു. അതിലും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകുകയും അറസ്റ്റ് അടക്കമുള്ള നടപടികളിൽ നിന്ന് സുപ്രീം കോടതി സംരക്ഷണം ഒരുക്കുകയും ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് തുടരെ ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടാകുന്നത് എന്നുള്ള ഒരു ചോദ്യവും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ കേസിൽ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട അറ്റാഷോടെ വാർത്ത നൽകി എന്നുള്ള ഒരു വ്യാജ കേസായിരുന്നു എന്നായിരുന്നു സുപ്രീം കോടതിയുള്ള വാദത്തിനിടെ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം. അത് സുപ്രീം കോടതി അംഗീകരിച്ചുകൊണ്ടാണ് ആദ്യത്തെ കേസിലും സുപ്രീം കോടതി സംരക്ഷണം ഒരുക്കിയത്. സമാനമായി തന്നെ രണ്ടാമത്തെ കേസ് ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്തതിൽ എന്ത് അസംബന്ധമാണെന്നാണ് പ്രധാനപ്പെട്ട ആരോപണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഉയർന്നു വന്നത്. അതിനാണ് ഇപ്പോൾ സംരക്ഷണം ഒരുക്കിയിരിക്കുന്നത്. സെപ്റ്റംബർ 15 വരെയാണ് അറസ്റ്റ് അടക്കമുള്ള നടപടികളിൽ നിന്ന് സുപ്രീം കോടതി വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സുപ്രീം കോടതി വിധി എല്ലാവരും പാലിക്കുമെന്നുള്ള ഒരു നിർദ്ദേശമാണ് സുപ്രീം കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതായത് മാധ്യമപ്രവർത്തകർക്കെതിരെ അസം പോലീസ്, അതായത് മനുഷ്യാവകാശ പ്രവർത്തകർക്കും മാധ്യമ പ്രവർത്തകർക്കെതിരെ അസംബ്ലിയിൽ നിലനിൽക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് വലിയ വിമർശനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. കരൺ ഥാപ്പറിനും സിദ്ധാർത്ഥ് വരദരാജനും അറസ്റ്റ് അടക്കമുള്ള നടപടികളിൽ നിന്ന് സെപ്റ്റംബർ 15 വരെയാണ് ഇപ്പോൾ സുപ്രീം കോടതി സംരക്ഷണം ഒരുക്കിയിരിക്കുന്നത്. സജു, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് കോടതി ഉന്നയിക്കുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അതിനൊരു മറുപടി നൽകേണ്ടതുണ്ട്. മറുപടി കോടതിയിൽ നൽകിയോ അസം പോലീസ്? അമൃത, അതിൽ വ്യക്തമായ മറുപടി അസം പോലീസിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് അസം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ട്, അതായത് ഭാരതീയ ന്യായ സംഹിതയിലെ 7 വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. 152, 196 ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട 7 വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഈ കേസുകൾ ചുമത്താൻ വേണ്ടിയുള്ള എന്ത് കുറ്റമാണ് ചെയ്തതെന്നാണ് പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ അത് കൃത്യമായിട്ടുള്ള മറുപടി നൽകാൻ അസം സർക്കാർ തയ്യാറല്ലെങ്കിൽ അസം പോലീസിന് അതായത് സാവകാശം ലഭിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൃത്യമായി തന്നെ സുപ്രീം കോടതിയിൽ അവർക്ക് നൽകാൻ കഴിയാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതി അറസ്റ്റ് അടക്കമുള്ള നടപടികളിൽ നിന്ന് സംരക്ഷണം ഒരുക്കിയത്. നേരത്തെയും ഈ കേസ് സുപ്രീം കോടതി വന്നപ്പോൾ ആദ്യം രജിസ്റ്റർ ചെയ്ത കേസ് സുപ്രീം കോടതി വന്നപ്പോഴും സുപ്രീം കോടതി ചില പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ ചോദിക്കുകയുണ്ട്. അതായത് രാജ്യദ്രോഹ കുറ്റമായിട്ട് ഒരാളെ ഈ തുറങ്കിലടക്കണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടാകണം. അത്തരത്തിലുള്ള എന്ത് തെളിവുകളാണ് ഇവർക്ക് മേലുള്ളത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് സുപ്രീം കോടതിയിൽ ഇന്നിപ്പോൾ ഉയർന്നു വന്നത്. പക്ഷേ അതിൽ കൃത്യമായിട്ടുള്ള മറുപടി അസം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ അറസ്റ്റ് അടക്കമുള്ള നടപടികളിൽ നിന്ന് ഇപ്പോൾ സുപ്രീം കോടതി സംരക്ഷണം ഒരുക്കിയിരിക്കുന്നത്. സമാനമായി ആദ്യം ഉണ്ടായ കേസിലും എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിച്ചത്, അതിന്മേൽ എന്ത് തെളിവുകളാണ് നിങ്ങളുടെ പക്കലുള്ളത് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായിട്ടും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സമാനമായി തന്നെ വീണ്ടും ഒരു കേസ് വരുന്നു. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവർത്തിക്കുന്നത് എന്നുള്ള നിരീക്ഷണം പോലും സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കും. ഇത് അസമിൽ മാത്രമല്ല, മറ്റു ചില BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഇതുപോലെ മാധ്യമ പ്രവർത്തകർക്കെതിരെ അതുപോലെ തന്നെ മനുഷ്യാവകാശ പ്രവർത്തകർക്കെതിരെ നിരന്തരമായിട്ടുള്ള രാജ്യദ്രോഹ കുറ്റം ചുമത്തിയുള്ള കേസുകൾ വരുന്നത് സുപ്രീം കോടതിയുടെ പരിഗണന വരികയാണ്. ഈ ഒരു പ്രശ്നമൊക്കെയും സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ സെപ്റ്റംബർ 15 വരെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകരുതെന്നുള്ള ഒരു കർശന നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ശരി, സജു തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.